പനിയെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒ പിയിൽ ഭയങ്കരമായിട്ടുള്ള പനിയാണ് കാണുന്നത്. കുഞ്ഞുങ്ങൾക്ക് 102, 103, 104 ഫീവർ വരെ കാണുന്നുണ്ട്. ചെറിയ ക്ലാസ്സിലോട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണ് പനി കൂടുതലായിട്ടും കാണുന്നത്. പലതരത്തിലുള്ള പനിയുണ്ട്. വൈറൽ ഫീവറാണ് കൂടുതലായിട്ടും കാണുന്നത്. ഫ്ലൂവും ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലാക്കേണ്ടത് പനി വൈറലായിട്ടാണ് കൂടുതലും ഉള്ളതെങ്കിൽ പോലും 3 ദിവസത്തിന് കൂടുതൽ പനി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കണ്ട് ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ അവർ പറയുന്നതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ നിർബന്ധമായിട്ടും ചെയ്യണം. ഡെങ്കി ഒരുപാടുണ്ട്. അപ്പോൾ ഡെങ്കി റൂൾ ഔട്ട് ചെയ്യണം. പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞു പോകാൻ സാധ്യതയുമുണ്ട്. അസാധാരണമായിട്ട് കണ്ടിന്യൂസ് വിട്ട് പനിക്കുന്നു. പാരസെറ്റമോൾ ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നു. അസോസിയേറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസ് ലൈക്ക് ജലദോഷം, ചുമ, കഫക്കെട്ട്, വയറുവേദന, ഛർദി, മസിൽ പെയിൻ, തലവേദന, കഴുത്തുവേദന, ഭയങ്കര ക്ഷീണം, തളർച്ച, വയറിളക്കം, ഛർദി എന്നിവയുണ്ടെങ്കിൽ സ്വയം ചികിത്സ ചെയ്ത് വീട്ടിലിരിക്കരുത്. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. നിർജ്ജലീകരണം വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. 3 ദിവസത്തിന് മുകളിൽ പനി നിലനിൽക്കുകയാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയും കൗണ്ടും കാര്യങ്ങളും ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുകയും ഡെങ്കി ഇല്ല എന്നും പ്ലേറ്റ്ലെറ്റ്സ് സ്റ്റേബിൾ ആണെന്നും ഉറപ്പുവരുത്തേണ്ടതുമാണ്. പനി പാരസെറ്റമോൾ കൊണ്ട് മാറുന്നതാണെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകൾ കൂട്ടത്തിലുള്ളപ്പോൾ അതിന് വേണ്ട ചികിത്സ ചെയ്ത് കാരണം എന്താണെന്ന് കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. താങ്ക്